സാറപ്പോഴേ ക്യാമറ ഇവിടെ വെച്ച് തൂന്ന് ചോയിങ്കം തൊപ്പി ഇങ്ങനെ വെച്ചു, നന്നായി ഒട്ടിച്ച്. ഡൗട്ട് ക്ലിയർ? ഇതിലെങ്കിലും ആന്റണി കുടുങ്ങും. വലുതായി കറക്കാവെന്ന് വിചാരിച്ച ഇനി ഏത് തെണ്ടിയാ വന്ന് കൊടുങ്ങുന്നെന്നറിയില്ല. ആ ആന്റണിയെ കൊന്ന ഭാഷ, മാണിക് ഭാഷ ആരാണെന്ന് ഇതിനുള്ളിലും ചിലപ്പോ കാണും. ആരാ ഫോണില്? അത് നമ്മുടെ മണി വിളിച്ചതാ. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നമ്മുടെ പണം ഏത് സ്റ്റേജിലാ? എന്നെ വിശ്വസിച്ചല്ലേ ഏൽപ്പിച്ചത്. എല്ലാം ഭദ്രമായിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ബിസിനസ് നന്നായിട്ട് ചെയ്ത് അത് മാത്രം നോക്കിയാൽ മതി. പണത്തിന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട, അതെന്റെ ഉത്തരവാദിത്വം. അതല്ല ആർക്ക്, ഇലക്ഷന് മുമ്പ് ഈ പണം ഡൽഹിയിൽ എത്തണം. എന്താന്ന് വെച്ചാൽ ഇത് വൈറ്റ് ആക്കണമെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞു പോയാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞ നേരത്തെ അവിടെ എത്തിയിരിക്കും. Where is the next mate? At Secretariat. ബാക്ക്, Okay. ലിറ്റിൽ ബാക്ക്. ഹലോ, Sir? ബാക്ക് എന്ന് പറഞ്ഞാൽ റീവെന്റ് എന്നർത്ഥം. Sorry, sir. സൂമിൻ. ഇവൻ ആരോടാ തനിച്ച് സംസാരിക്കുന്നത്? ഇവൻ ആന്റണിയുടെ ആളുമല്ല, സെന്തിക്കരയുമല്ല. പക്ഷെ ആന്റണി മരിച്ച അന്ന് ഇവൻ എന്തിനാ അവന്റെ ഗോഡവണി പോയത്? സാർ, നമ്മുടെ സ്റ്റേഷന്റെ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ഈ ഫോട്ടോ മാച്ചാണ് സാർ. അവന്റെ പേര് മാസെന്നാണ്. കൊച്ചി, കോട്ടയം, കുമളി എന്നീ സ്റ്റേഷനിലെല്ലാം ഇവന്റെ പേരുണ്ട്. അവൻ ഭയങ്കരനാ, പക്ഷെ കുറച്ച് നാളായിട്ട് അവൻ സൈലന്റ് ആയിട്ടിരിക്കുക. ഇതുപോലത്തെ ആൾക്കാർ സൈലന്റ് ആകണമെങ്കിൽ വലുതായി എന്തോ പ്ലാൻ ചെയ്തെന്നർത്ഥം. നമ്മുടെ എഫ്ഐആറിനെ സംബന്ധിച്ച് ഇത് ആക്സിഡന്റ് ആയിരിക്കട്ടെ. ഓക്കെ സാർ. അത് അവര് പറയണം. ശരി, ഇങ്ങനെ ഒരാൾ ഈ കേസിൽ ഇൻവോൾവ് ആയത് നമ്മളല്ലാതെ വേറെ ആരും അറിയരുത്. ഇവൻ ആരാണ്? ഇപ്പൊ ഇവൻ എവിടെയുണ്ട്? ഇവന്റെ പുറകിൽ ആരൊക്കെയുണ്ട്? ഇവനും ആന്റണിയും തമ്മിൽ എന്താണ് ബന്ധം? ഇതെല്ലാം കണ്ടുപിടിച്ചേ പറ്റൂ. Guys, we are all educated people. We should understand their situation. Yes, we all educated people. You should understand our situation. അദ്ദേഹം സന്തോഷമായിരുന്നാലല്ലേ നമ്മളെ സഹായിക്കൂ. അതല്ലേ സന്തോഷമാണെന്ന് ആദ്യം പറഞ്ഞു. ഇദ്ദേഹത്തെ നോക്കൂ, എത്രമാത്രം സന്തോഷവാനാണെന്ന്. എന്തെന്നാൽ മാസാറിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഇദ്ദേഹം നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഹാപ്പിയാ. എന്താടാ പ്രശ്നം? പിന്നെ അല്ല ബോസ്, നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വരൂ. ഞാൻ ഇവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒന്നും മിണ്ടാതിരിക്കെ, വെറുതെ ഓവർ ആക്ടിങ് ചെയ്ത്. ഞാനോ? മാസേ, പ്രശ്നം എന്താന്ന് വെച്ചാ ഇവരിനി ഒരു വീട്ടിലും പോയി ആരും പീഡിപ്പിക്കില്ലെന്ന് എല്ലാരും ചേർന്ന് സമരമാ. അതെന്തിനാ? യെസ്, സ്ട്രൈക്ക്, ദേഷ്യത്തോടുള്ള പോരാട്ടം. ഇനി നീ എന്ത് പറഞ്ഞാലും ഞാനൊന്നും ചെയ്യില്ല. ചെയ്യണ്ട. ഒന്ന് വിട്ടുപിടിച്ചാൽ നീ എല്ലാം കൂടി ആത്മാക്കളുടെ യൂണിയൻ ഉണ്ടാക്കുമല്ലോ. ഞാനാണ് നിങ്ങളെ തേടി വന്നേ. നീയൊക്കെയല്ലേ എന്നെ തേടി വന്നേ. എടാ ചേട്ടേ, ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആദ്യം ഇവനെ കടിച്ച് ദൂരെ കളയാൻ നോക്ക്. നാളെ തൊട്ട് നമുക്ക് പുതിയ ആത്മാക്കളെ കൊണ്ടുവരാം. നമുക്ക് പുതിയൊരു ജോലിയും തുടങ്ങാം. നമ്മൾ പറയുന്ന കേൾക്കാത്ത ഒരു നാറുകളെ നമുക്ക് വേണ്ട. എല്ലാത്തിനും വലിച്ച് പുറത്തിടാം. പറഞ്ഞത് കേട്ടല്ലോ. ഇനി എന്തിനാ നിൽക്കുന്നേ? ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസിക്കുന്ന പ്രേതങ്ങൾ മാത്രം ഇവിടെ നിന്നാ മതി. ബാക്കി എല്ലാരും ഹലോ ബ്രദറേ, ഇവിടെ നിക്കണോ പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളൊന്നുമല്ല പറയേണ്ടത്. അയാള് പറയണം. അയാള് എടാ, നിന്നോട് എന്നെ മുന്നിൽ വരരുന്നല്ലേ പറഞ്ഞേ, പിന്നെ തന്നെ കെട്ടിയെടുത്തേ. ഹലോ, അയാള് വന്നതല്ല, ഞങ്ങള് വരുത്തിയതാ. ആരോരുമില്ലാത്ത അനാഥകളെ സംരക്ഷിക്കുവാൻ ആ സർവേശ്വരൻ മുകളിലുണ്ട്. ആരോരുമില്ലാത്ത ആത്മാക്കളെ സംരക്ഷിക്കുവാൻ ഈ ശക്തി മാത്രമേ ഉള്ളൂ. എന്റെ അമ്മേ, കാര്യങ്ങളൊക്കെ നന്നായിട്ടല്ലേ പോയത്, പിന്നെ ഇതിന്റെ ഡയലോഗ് പറയുന്നേ? മോനെ, ഇവര് പറയുന്നതൊക്കെ സത്യവാ. ഇവര് ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് സഹായം എന്ന് ചോദിച്ചാ പുറത്തു പോവാൻ പറയുവോ? അതെ അനിയ, ഈ അക്രമത്തെ അന്യായത്തെ നീ വേണം എതിർക്കാൻ. അയ്യോ, നല്ല വേദാന്തൊക്കെയാണല്ലേ കഷണ്ടി പറയുന്നത്. പോണെങ്കിൽ ഇറങ്ങി പോകാൻ നോക്ക്. അല്ല, പോവാണോ? എടാ മാസേ, എന്താ ഇപ്പോഴല്ലേ സമ്പാദിക്കാൻ തുടങ്ങിയത്? ഇനി പുതിയ പ്രേതത്തെ പിടിച്ച് അതിന് ട്രെയിനിങ് എല്ലാം കൊടുത്ത് അതൊന്നും ശരിയാവത്തില്ല മാസേ. ഇതിന്റെ ഇടയ്ക്ക് അവന് വേണ്ടി നമ്മളൊരു കൊലയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്ക് മാസേ, വെറുതെ എന്തിനാ? എല്ലാരോടും നിക്കാനല്ലേ പറഞ്ഞത്? പുതിയ ഒരുത്തം വന്നങ്ങ് വിളിച്ചാ ഇറങ്ങി പോവല്ലേ? ഏയ് ചിന്ന, എടാ കറുമ്പ, നമ്മുടെ ബന്ധം പെട്ടെന്ന് തകരുന്നതാണോ? എന്റെ കുടുംബമാണല്ലോ എന്നാ ഞാൻ കരുതിയത്. എടാ ശ്രീകുമാറേ, നമ്മൾ അങ്ങനെയൊക്കെയാണോ ജീവിച്ചത്? അവന്റെ കൂടെ പോയി നീയൊക്കെ എന്ത് ചെയ്യും? അറിയില്ല ബോസ്. അവസാന സഹായത്തിന് ഞാൻ മാത്രമേ ഉണ്ടാവൂ. ശരി പോട്ടെ മാസേ. ഇവൻ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എന്ത് ചെയ്തെന്നറിയാവോ? എന്നെ ഒരു കൊലകാരനാക്കി പ്ലാൻ ചെയ്താണ് ആ കൃത്യം എന്നെ കൊണ്ട് ജയിച്ചത്. ഏയ് എന്നോടാ. അതായത് ഞാൻ നിങ്ങളെ ആരെയും സഹായിക്കാതെ കബളിപ്പിക്കുന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അതല്ലേ സത്യം? ഇങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നോക്കടാ, ആർക്കൊക്കെ എന്താ വേണ്ടേ എന്നോട് പറ. അതാണ് എന്റെ ആദ്യത്തെ ജോലി. ആരാദ്യം വരുന്നത്? പത്മ, കമോൺ. ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? അവൻ പോകാൻ പറ. അവനോട് എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾ വാ ചേച്ചി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കെന്റെ മകനെ കാണണം.
Angelina Jolie? No. Oh, sorry. You Amy Jackson? Yes, you. Again, mistake. Please, one more time. Please. Okay. Let me kiss him first this time. എൻ്റെ അമ്മേ, ചത്തതിനു ശേഷം നല്ല ജീവിതം എൻജോയ് ചെയ്യടാ മോനെ. ഗേൾസ് റെഡി? I'm waiting. നമ്മുടെ ഏരിയയിൽ പുതിയൊരു സൗത്ത് ഇന്ത്യൻ ലേഡിയോ? വാവ്. സിസ്റ്ററെ, ഒരു മിനിറ്റ്. മനസ്സിലായെന്നെ? ഇവിടെ ആദ്യമായിട്ടാ? കമാൺ, എന്നോട് പറയൂ. അയ്യോ അല്ല, ഹൂ ഇസ് ദിസ് ഫെലോ? ഇയാളാണ് മാസ്. മാസ്? ഓ മൈ ഗാഡ്, നിന്നെ കാണണമെന്ന് ഞാനൊന്ന് വിചാരിച്ചതാ. നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അമേരിക്ക, കാനഡ, കേരളം എന്ന് ഒരുപാട് പെണ്ണുങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. നീ നിക്ക്, ഞാൻ അവരെ വിളിക്കാം. ഏഞ്ചലീന, എമി ജാക്സൺ. ഒന്നും മിണ്ടാതിരിക്കെ. ഇപ്പൊ തന്നെ കുറെ പേര് ക്യൂവിലുണ്ട്. അടുത്ത കേസിൽ ഇനി പാർട്ട് 2 ഒന്ന് മിണ്ടായിരടാ. നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇവരുടെ മോനെ കാണുന്നില്ല. ഓ മൈ ഗാഡ്. പേര് ഗണേശൻ, ചെറിയ കുട്ടിയാ. വീട് ഇവിടം കണ്ടാന്നാ പറഞ്ഞത്. നിങ്ങൾക്കറിയോ? ആർ യു മാരിഡ് ബേബി? ഓ, എല്ലാം കഴിഞ്ഞു. ഓ നോ. ഗണേശിനെ അറിയോ ഇല്ലയോ? ഗണേശോ? ഗണേഷ്, എനിക്കിവിടെ അറിയാവുന്നത് എന്റെ അസിസ്റ്റന്റ് കൃഷ്ണമൂർത്തി മാത്രമേ ഉള്ളൂ. കുട്ടികളെയും വൃദ്ധന്മാരെയും വെച്ച് കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ പറഞ്ഞ ഗണേഷ് അവിടെ ഉണ്ടാവും. ഫോളോ ബാക്ക്, കമാൺ. അന്ന് എന്ത് മനോഹരായിരുന്നറിയോ? ഇപ്പോഴത്തെ ഒരു കോലം കണ്ടില്ലേ? എല്ലാരും എഴുന്നേറ്റെ. ചേട്ടാ വിശക്കുന്നു ചേട്ടാ. എവിടെയെങ്കിലും പോയി പിച്ച എടുത്ത് കഴിക്കാൻ നോക്ക. ചെല്ലേ. അതാ മസ്, നീ പറഞ്ഞ ഗണേഷ് അതാ. എന്നിട്ട് പോകാൻ. ഇവനോ? കഴിക്ക്. എന്താ ഈ കയ്യിലെന്ത് പറ്റി? ഇന്നലെ റോഡ് സൈഡിലെ സ്ലാബില്ലാത്ത ഓടയ്ക്കകത്ത് കാല് തെറ്റി വീണതാ ഞാൻ. ചേട്ടാ വിശക്കുന്നു ചേട്ടാ, ഞാൻ കഴിച്ചോട്ടെ? കഴിക്ക്. കണ്ണിനോ കാഴ്ചയില്ല. ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവന്റെ അച്ഛൻ എന്തേ? ഇവൻ ജനിച്ചു വളർന്ന ചെറുപ്പത്തിൽ എനിക്ക് മഞ്ഞപ്പിത്തം വന്ന് എന്റെ കാഴ്ചശക്തി പോയതുകൊണ്ട് എന്റെ അച്ഛൻ എന്നെയും എന്റെ അമ്മയെയും ഉപേക്ഷിച്ച് എവിടെയോ പോയി. എന്റെ മോൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ. ഒന്ന് ചുമ്മാരി. ഓരോ കാരണങ്ങളും. നിങ്ങളുടെ സന്തോഷത്തിന് ഒരു കൊച്ചിന്റെ ജീവൻ. എന്താ എന്താ ചേട്ടാ? ഒന്നുമില്ല. ഫോൺ. അനാഥനായവന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയോ? ഞാനും ഇവനെ പോലെ വളർന്നു. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. എന്റെ പ്രായത്തിലുള്ളവർ ദൂരേക്ക് വലിച്ചെറിയുന്ന എച്ചിലായിരുന്നു എന്റെ ആഹാരം. ഞാനും ഈ ജറ്റും എവിടെങ്കിലും കിടന്നുറങ്ങും. കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും എന്നൊക്കെ സംസാരിക്കും. കൂടെ ഇരിക്കായിരുന്നല്ലോ. കണ്ടില്ലേ വിശപ്പ്, തെണ്ടുക. എന്തിനായിരുന്നു ധൃതി? എന്തിനാ ചത്തൊടുങ്ങിയത്? ഗോവയിലേക്ക് പോടാ. അമ്മേ 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 എവിടെ അമ്മേ? അമ്മേ അമ്മേ എവിടെ അമ്മേ? അമ്മേ കള്ളവും ചതി ഞാൻ ചെയ്തിട്ടുണ്ട്. ആളെ കൊല്ലുന്ന ആലോചിച്ചിട്ട് പോലുമില്ല. ചേച്ചി 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 മാസേട്ടനുണ്ടല്ലോ ഡോക്ടർ ദീപകിന്റെ കണ്ണാണത്തൊരു ചക്കരയും കൊണ്ടുവന്നിട്ട് ട്രീറ്റ്മെന്റ് കാര്യം പറയണു. തീർന്ന് ഇന്ന് ഡോക്ടറിനെ എന്തെങ്കിലും നാടകം കാണിച്ചു പറ്റിക്കും. സർ. ഡോക്ടർ പറയൂ, എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. കാഴ്ച തിരിച്ചു കിട്ടുമല്ലോ അല്ലേ? കണ്ണിലെ ഞരമ്പിന് ഡാമേജ് ഒന്നുമില്ല. എവറിത്തിങ് ഈസ് ഫൈൻ. അവന് എത്ര രൂപ ചെലവായാലും സാരമില്ല. ആ കുട്ടിക്ക് ആരെങ്കിലും ഐ ഡൊണേറ്റ് ചെയ്യുവാണെങ്കിൽ സർജറി ചെയ്ത് നമുക്ക് ശരിയാക്കാം. അതിന് കണ്ണ് ആര് തരും? നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഐ ഡൊണേഷൻ എഴുതി വെച്ചിട്ട് മരിച്ചു പോകുന്നുണ്ട്. അവന് മാച്ചാവുന്ന പോലെ കട കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവന് കാഴ്ച കിട്ടും. താഴെ റിസപ്ഷനിൽ പോയി ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തേരെ. ഉപേക്ഷിക്കില്ലേ? തീർച്ചയായും.
അതെ, മോന് കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ വിഷമിക്കണ്ട. വാസ്തവത്തിൽ അറിഞ്ഞോണ്ടല്ല. മാസെന്തിനാ വിഷമിക്കുന്നേ? അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവന് കാഴ്ചശക്തി കിട്ടുമോ ഇല്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമായിരുന്നു. ഒരുപക്ഷെ അവന് കാഴ്ചശക്തി കിട്ടുവാൻ വേണ്ടിയായിരിക്കണം ഞാൻ ചത്തുപോയത്. എന്റെ മകനെ ഞാൻ നോക്കുന്നതിനേക്കാളും മാസം നന്നായി നോക്കുമെന്നറിയാം. തീർച്ചയായും. ഞാൻ വളരെ സന്തോഷത്തിലാണ് മാസ്. ഞാൻ വേണം നിന്നോട് നന്ദി പറയാൻ. നിക്ക്. അതെ അതെ